ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ, അതായത് BCom, BBA, BA ഇംഗ്ലീഷ് എല്ലാ സ്ട്രീമിലെയും ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷിനകത്ത്, അതായത് മെയിൻ കോമൺ പേപ്പറായിട്ടുള്ള ഇംഗ്ലീഷിനകത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പേപ്പറിൽ പ്രധാനമായിട്ടും 2 ടെക്സ്റ്റ് ബുക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് പ്രോസ് ഫോർ ദ യങ് റീഡർ എന്നും പ്രോസ് ഇൻ പ്രാക്ടീസ് എന്നും പറഞ്ഞ് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് വരുന്നത്. അതിനോടൊപ്പം ഗ്രാമറും ഉണ്ട്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കുകളിൽ കുറേ എസ്സേയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 80 മാർക്കിനും വരുന്നത് എക്സാമിന്. പിന്നെ 20 മാർക്കിന് ഗ്രാമറാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷന് വേണ്ടി അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് അല്ല, അതിനകത്തുള്ള കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ടുള്ള ക്ലാസ്സിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രോസ് ഫോർ ദ യങ് റീഡർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് വാട്ടർ ദ എലിക്സിർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന CV രാമൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാനത് നേരിട്ടുള്ള ക്ലാസ്സിൽ അത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ അറ്റൻഡ് ചെയ്യാത്തവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വാട്ടർ ദ എലിക്സിർ ഓഫ് ലൈഫ്, ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് ജലം എന്ന് പറയുന്നത് ജീവൻ്റെ അമൃതാണ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് CV രാമനാണ്. അപ്പോൾ CV രാമനെ പറ്റി ആദ്യം നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. ഡോക്ടർ CV രാമൻ 1888 to 1970, അതായത് 1888 ജനനം, 1970 മരണം. The Indian scientist who won the Nobel Prize for Physics, ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഹാഡ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ നേച്ചർ, പോരാഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ പ്രകൃതി സ്നേഹിയും കൂടിയായിരുന്നു. ഇൻ ദ മോഡേൺ വേൾഡ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഹി അണ്ടർലൈൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണത്തിൻ്റെയും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയും സമയമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഹി കോൾസ് വാട്ടർ ദ എലിക്സിർ ഓഫ് ലൈഫ്. അദ്ദേഹം വെള്ളം, അതായത് ജലത്തിനെ ജീവൻ്റെ അമൃത് എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് വി നോ വാട്ടർ ഈസ് എ ബേസിസ് ഓഫ് ഓൾ ലൈഫ്. അപ്പോൾ നമുക്കറിയാം ജലമാണ് ജീവൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് അറിയാം. He exhorts for its preservation, for it maintains human, animal and plant life. അപ്പോൾ അദ്ദേഹം ഈ എസ്സേയിൽ അദ്ദേഹം എക്സോട്ട്, EXHORTS എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്നു, നമ്മളെ ശക്തമായി പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ജലത്തിൻ്റെ പ്രിസർവേഷൻ, ജലത്തിനെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അതാണ് മനുഷ്യനെയും മൃഗങ്ങളെയും ചെടികളെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ജലമാണ്. അടുത്ത പോയിന്റ്, ദ സ്റ്റൈൽ ഓഫ് ഹിസ് ലാംഗ്വേജ് ഇസ് നോട്ടഡ് ഫോർ ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ലൂസിഡിറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ലളിതമാണ്, ലൂസിഡ് ആണ്, അതായത് ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയുമാണ് CV രാമനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഈ ടെക്സ്റ്റ് ബുക്ക്, അതായത് 2 ടെക്സ്റ്റ് ബുക്ക്, പ്രോസ് ഫോർ ദ യങ് റീഡറും പ്രോസ് ഇൻ പ്രാക്ടീസും, ഇതിൻ്റെ ഒരു ജനറൽ ഒബ്ജക്റ്റീവാണ് അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The collection of essays will make the student understand the language and to express himself fluently and precisely. അപ്പോൾ ഈ എസ്സേയ്സ് വായിക്കുന്നതോടൊപ്പം സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് മനസ്സിലാകുന്നു, പിന്നെ സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടുന്നു. ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുന്നു. The purpose of this anthology is to
make the students see the language being used creatively by some of the powerful minds of the modern world. അതായത് ആന്തോളജി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം കളക്ഷൻ ഓഫ് എസ്സേസ് എന്നാണ്. അതായത് പ്രബന്ധങ്ങളുടെ ഒരു കൂട്ടം, അതിനെയാണ് ആന്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്തോളജി ഇറ്റ് മേക്സ് സ്റ്റുഡൻസ് സീ ദ ലാംഗ്വേജ് ബീങ് യൂസ്ഡ് ക്രിയേറ്റീവ്ലി. എങ്ങനെയാണ് നമ്മുടെ ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള മൈൻഡിന് ഉടമകളായിട്ടുള്ള റൈറ്റേഴ്സ് എങ്ങനെയാണ് ലാംഗ്വേജ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അടുത്ത പോയിന്റ്, ടു സം അപ്പ് ദിസ് ആന്തോളജി വിൽ ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ടു ഡെവലപ്പ് ആൻ ഇൻ്റഗ്രേറ്റഡ് വിഷൻ ഓഫ് ലൈഫ് which does not see man as alienated from his fellow men and the mind divorced from the heart. അതായത് ഈ ഒരു ആന്തോളജി, പിന്നെ ഈ ആന്തോളജിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ്, അത് വിദ്യാർത്ഥിയെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഡെവലപ്പ് ആൻ ഇൻ്റഗ്രേറ്റഡ് വിഷൻ ഓഫ് ലൈഫ്, ജീവിതത്തെ പറ്റി ഒരു സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണം സമ്പാദിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിച്ച് ഡസ് നോട്ട് സീ മാൻ ആസ് എലീനേറ്റഡ് ഫ്രം ഹിസ് ഫെല്ലോ മെൻ. അതായത് മനുഷ്യൻ കൂടെയുള്ള മറ്റുള്ളവരിൽ നിന്നും എലീനേറ്റഡ് അല്ല, അല്ലെങ്കിൽ വ്യത്യസ്തനല്ല എന്ന് മനസ്സിലാക്കി തരുന്നു. ആൻഡ് ദ മൈൻഡ് ഡിവേഴ്സ് ഫ്രം ഹാർട്ട്. മനസ്സും ഹൃദയവും സെപ്പറേറ്റഡ് അല്ല, രണ്ടും ഒരുമിച്ചാണ് എന്നുള്ള ഒരു കാര്യവും കൂടി മനസ്സിലാക്കി തരുന്നു. ദിസ് ആന്തോളജി വിൽ മേക്ക് ദ സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി വുഡ് സ്പീക്ക് ആൻഡ് റൈറ്റ് കറക്റ്റ് ഇംഗ്ലീഷ്. മാത്രമല്ല ഈ ഒരു ആന്തോളജി എങ്ങനെയാണ് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നും കൂടി സ്റ്റുഡൻറ്റിന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി അടുത്തത് നമുക്കിതിൻ്റെ കോണ്ടന്റിലേക്ക് പോകാം. In the past, man had been seeking an imaginary elixir of life, the divine Amrita, to confer him immortality. അതായത് പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ ഇമ്മോർട്ടാലിറ്റി, അതായത് ഒരു അനശ്വരത, അതായത് ഒരിക്കലും മരിക്കാത്ത ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഒരു അമൃത് അന്വേഷിച്ച് നടക്കുകയാണ്. ബട്ട് ഇറ്റ് വാസ് ഇൻ വെയിൻ. എന്നാൽ ഈ ഒരു അന്വേഷണം ഒരു വെയിൻ, VAIN വെയിൻ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നാണ്. അതായത് അതിൻ്റെ ഒരു ലക്ഷ്യം കാണാൻ അതിന് സാധിച്ചിട്ടില്ല. കാരണം അതായത് ഒരു അമൃത് ഇതുവരെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. The commonest of all liquids, water, is the true elixir of life. അപ്പോൾ CV രാമൻ പറയാണ്, സാധാരണയിലും സാധാരണമായിട്ടുള്ള ഈ ഒരു ലിക്വിഡ്, അതായത് ജലം എന്ന് പറയുന്നതാണ് യഥാർത്ഥ അമൃത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ആൻഡ് വണ്ടർഫുൾ തിങ് ഓൺ അവർ എർത്ത്. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതും അത്ഭുതകരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വസ്തു. ഇറ്റ്സ് റോൾ ഇസ് വെറിലി സിഗ്നിഫിക്കൻറ്റ്. VERILY, വെറിലി എന്ന് പറഞ്ഞാൽ റിയലി, അല്ലെങ്കിൽ യഥാർത്ഥം എന്നർത്ഥം. അപ്പോൾ വെള്ളത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹാസ് ഷേപ്ഡ് ദ കോഴ്സ് ഓഫ് ദ എർത്ത്സ് ഹിസ്റ്ററി ആൻഡ് ഡ്രാമ ഓഫ് ലൈഫ് ഓൺ അവർ പ്ലാനറ്റ്. അതായത് ജലത്തിൻ്റെ സാന്നിധ്യമാണ് ഭൂമിയുടെ ചരിത്രത്തിൽ ജീവിതത്തിനെ അതിൻ്റെ ഒരു പാറ്റേൺ നിലനിർത്തി വരുന്നത് ജലത്തിൻ്റെ സാന്നിധ്യമാണ്. അടുത്ത പാരഗ്രാഫ്, വാട്ടർ ആഡ്സ് ബ്യൂട്ടി ടു ദ കൺട്രി സൈഡ് വെദർ ഇറ്റ് ഈസ് ഇൻ എ സ്ട്രീം ഓർ എ പോണ്ട്. ഇപ്പോൾ CV രാമൻ പറയുകയാണ്, വെള്ളം കൺട്രി സൈഡിന്, അതായത് ഗ്രാമങ്ങളുടെ പ്രദേശങ്ങൾക്ക് വളരെയധികം സൗന്ദര്യം പ്രദാനം ചെയ്യുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ്. അതൊരു സ്ട്രീമിൻ്റെ രൂപത്തിലാണെങ്കിലും, സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി എന്നാണ് അർത്ഥം, പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. അപ്പോൾ ഒരു അരുവിയാണെങ്കിലും ഒരു കുളമാണെങ്കിലും അത് ആ പ്രദേശങ്ങൾക്ക് സൗന്ദര്യം കൊടുക്കുന്നു. ദ ക്യാറ്റിൽ ക്വെഞ്ച് ദർ തേഴ്സ്റ്റ് ഫ്രം ദെം. കന്നുകാലികൾ ആ വെള്ളം കുടിച്ചാണ് തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നത്. ഇൻ സൗത്ത് ഇന്ത്യ ദ റെയിൻഫെഡ് ടാങ്ക്സ് ആർ എ കോമൺ സൈറ്റ്. സൗത്ത് ഇന്ത്യയിൽ മഴവെള്ള സംഭരണികൾ, അല്ലെങ്കിൽ മഴവെള്ളം സംഭരിച്ചു വെക്കുന്ന വലിയ വലിയ ടാങ്കുകളുണ്ട്. അതൊരു സാധാരണ കാഴ്ചയാണ്. വെൻ ദേ ആർ ഫുൾ ഇറ്റ് ഈസ് എ ചിയറിങ് സൈറ്റ്. ഈ മഴവെള്ള സംഭരണികൾ നിറഞ്ഞു കിടക്കുമ്പോൾ അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്.
ബട്ട് ഓഫൺ ദേ ആർ നോട്ട് മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി. എന്നാൽ മിക്കവാറും സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു ടാങ്കുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. ദേ ആർ ഓഫൺ ഷാലോ. അവയൊക്കെ തന്നെ ഷാലോയാണ്. SHALLOW ഷാലോ ഡീപ്പിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ആഴം കുറവാണ്. അതായത് അതിൽ സംഭരിക്കാൻ വേണ്ടത്ര വെള്ളം അതിൽ സംഭരിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. ദീസ് ടാങ്ക്സ് ഹാവ് എ വൈറ്റൽ റോൾ ഇൻ സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ മഴവെള്ള സംഭരണികൾക്ക് അഗ്രികൾച്ചർ, അതായത് കൃഷിയിൽ വളരെയധികം വലിയ റോള് അവ വഹിക്കുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ സൺറൈസ് സെറ്റ് ഓവർ ദം. അപ്പോൾ ഈ വലിയ വിശാലമായ മഴവെള്ള സംഭരണികളുടെ അടുത്ത് സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. വാട്ടർ in a landscape may be compared to the eyes in a human face. അപ്പോൾ CV രാമൻ പറയുകയാണ്, ഒരു ലാൻഡ്സ്കേപ്പ്, അതായത് ഒരു പ്രദേശത്തുള്ള വെള്ളം, ഒരു വാട്ടർ ബോഡി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഖത്ത് കണ്ണിൻ്റെ സ്ഥാനമാണ്. അതായത് മുഖത്ത് കണ്ണുകൾ പോലെയാണ് ഒരു ലാൻഡ്സ്കേപ്പിൽ വെള്ളം. അടുത്ത പോയിന്റ്, when the sun shines the water reflects the bright and gay sun. അപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്ന സമയത്ത് ഈ വെള്ളം ആ ഒരു ബ്രൈറ്റ്, വളരെ പ്രഭാപൂരിതമായിട്ടുള്ളതും GAY ഗേ എന്ന് പറഞ്ഞാൽ പ്രസന്നമായ എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ പ്രസന്നമായിട്ടുള്ള സൂര്യനെ ആ വെള്ളത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അടുത്ത പോയിന്റ്, വെൻ ദ സ്കൈ ഈസ് ഓവർകാസ്റ്റ്. എന്നാൽ ആകാശം മൂടിക്കെട്ടിക്കിടക്കുന്ന സമയത്ത് ഇറ്റ് സീംസ് ഡാർക്ക് ആൻഡ് ഗ്ലൂമി. വെള്ളവും ഡാർക്കും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ലുക്കാണ് വെള്ളത്തിനുള്ളത്. അടുത്ത പാരഗ്രാഫ്, വാട്ടർ ഹാസ് ദ പവർ ടു ക്യാരി സിൽറ്റ് ഓർ ഫൈൻലി ഡിവൈഡഡ് സോയിൽ ഇൻ സസ്പെൻഷൻ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന് സിൽറ്റ്, SILT സിൽറ്റ് എന്ന് പറഞ്ഞാൽ ലൂസ് സാൻഡ് അല്ലെങ്കിൽ ഇളകിയ മണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മണ്ണിനെ സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടു പോകാനുള്ളൊരു കഴിവ് വെള്ളത്തിനുണ്ട്. This is the origin of the characteristic color of the water in rain-fed tanks. അപ്പോൾ മഴവെള്ള സംഭരണികൾക്ക് ഒരു നിറം ഉള്ളതിന് കാരണം വെള്ളത്തിൻ്റെ ഈ ഒരു സവിശേഷതയാണ്. The color varies with the nature of the earth and nature of the earth in the catchment area. അപ്പോൾ ഈ ഒരു നിറം എന്ന് പറയുന്നത് ക്യാച്ച്മെൻറ്റ് ഏരിയയിലെ മണ്ണിൻ്റെ നിറം പോലെ തന്നെ ആയിരിക്കും. ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വൃഷ്ടിപ്രദേശം എന്നാണ് പറയുന്നത്. അതായത് മഴ എവിടെ വീഴുമ്പോഴാണ് ആ വെള്ളം ഈ സംഭരണിയിൽ എത്തുന്നത്, അതിനെയാണ് വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. The muddy red or brown water changes its color to blue when it mingles with the sea. അതായത് മഴ ഒഴുക്കിക്കൊണ്ടു പോകുന്ന ഈ ഒരു മഡ്ഡി കളർ, അതായത് ഈ ചെളിയുടെ നിറമുള്ള വെള്ളം കടലുമായി ചേരുന്നതോടുകൂടി അത് നീല നിറത്തിലായി മാറുന്നു. The tracts of land formed by silt are very fertile. അതായത് കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഈ ഒരു പ്രദേശം, വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശം, സിൽറ്റ് പോകുന്ന ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ വളരെ ഫെർട്ടൈലായിരിക്കും. അതായത് ഫലഭൂയിഷ്ടമുള്ള മണ്ണായിരിക്കും അവിടെ ഉള്ളത്. അടുത്ത പാരഗ്രാഫ്, സോയിൽ ഇറോഷൻ ഇഫ് അൺചെക്ഡ് will have the most disastrous effects on the life of the country. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് ശരിയായ രീതിയിൽ തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് വളരെ ഡിസാസ്ട്രസ് ഇഫക്ട്സ് അല്ലെങ്കിൽ വളരെ നാശകരമായിട്ടുള്ള ഇഫക്റ്റ് ലൈഫ് ഓഫ് ദ കൺട്രി, അതായത് രാജ്യത്തിൻ്റെ ആ ഒരു കിടപ്പിന് വളരെ മോശമായിട്ട് മണ്ണൊലിപ്പ് ബാധിക്കുന്നു. സോയിൽ ഇറോഷൻ ഒക്കേഴ്സ് സക്സസീവ്ലി. അതായത് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് തുടർച്ചയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സഡൻ ബേസ്റ്റ് ഓഫ് ഹെവി റെയിൻ, അതായത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ശക്തമായിട്ടുള്ള മഴ, സ്ലോപ്സ് ഓഫ് ലാൻഡ്, ചരിഞ്ഞ ഭൂപ്രദേശം, റിമൂവൽ ഓഫ് നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് കോട്ട് ഓഫ് വെജിറ്റേഷൻ, അതായത് പ്രകൃതി ദത്തമായിട്ട് ഉള്ള ആ ഒരു വെജിറ്റേറ്റീവ് കോട്ട്, അതായത് മരങ്ങളുടെയും ചെടികളുടെയും ഒരു കോട്ടുണ്ട് സർഫസിൽ, ഭൂമിയുടെ മേൽഭാഗത്തുള്ള മണ്ണിനെ പിടിച്ചു വയ്ക്കുന്ന ആ ഒരു ചെടിയും മരങ്ങളും
മനുഷ്യൻ വെട്ടി മാറ്റുന്നത്, ഇതൊക്കെ മണ്ണൊലിപ്പിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. അടുത്ത പോയിന്റ്, ദീസ് തിങ്സ് ആർ സം ഓഫ് ദ കോസസ് ഓഫ് സോയിൽ ഇറോഷൻ. The precious soil should not be allowed to be washed by water. അതായത് ഈ വിലപിടിപ്പുള്ള മണ്ണ് ഒരിക്കലും വാഷ്ഡ് ഔട്ട് ആവാൻ, മഴ ഈ മണ്ണിനെ കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. സക്സസ്ഫുൾ അഗ്രികൾച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സക്സസ്ഫുൾ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ. അതായത് വിജയകരമായിട്ടുള്ള അഗ്രികൾച്ചർ അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് മണ്ണൊലിപ്പിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൃഷിരീതിയാണ് ഏറ്റവും വിജയകരമായിട്ടുള്ള കൃഷിരീതി. അടുത്ത പാരഗ്രാഫ്, മെഷേഴ്സ് ലൈക്ക് ടെറസിങ് ഓഫ് ലാൻഡ്. അപ്പോൾ ഈ വിജയകരമായ കൃഷിരീതികൾ ഏതൊക്കെയാണ്? ടെറസിങ് ഓഫ് ലാൻഡ്, അതായത് തട്ടായിട്ടുള്ള കൃഷി, അതിനെയാണ് ടെറസ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബണ്ടുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ വരമ്പുകൾ നിർമ്മിക്കുക. ടു ചെക്ക് ദ ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളം ഒഴുകി പോകാതെ ബണ്ടുകൾ നിർമ്മിക്കുക. ദ പ്രാക്ടീസ് ഓഫ് കോണ്ടൂർ കൾട്ടിവേഷൻ. കോണ്ടൂർ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ചരിഞ്ഞതാണെങ്കിൽ ആ ചരിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നതിനെയാണ് കോണ്ടൂർ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലുള്ള കൾട്ടിവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ പ്ലാന്റിങ് ഓഫ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. അതായത് ഓരോ മരങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കൃഷിക്കും പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്. അതായത് ചില മരങ്ങൾക്ക് മണ്ണിനെ കൂടുതലായിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വെജിറ്റേഷൻസ് കൂടുതൽ കൃഷി ചെയ്യുക ക്യാൻ പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. അപ്പോൾ ഈ വഴികളൊക്കെ മണ്ണൊലിപ്പ് തടയുന്ന കാര്യങ്ങളാണ്. അടുത്ത പാരഗ്രാഫ്, വാട്ടർ ഈസ് ദ ബേസിസ് ഓഫ് ഓൾ ലൈഫ്. അതായത് ജലമെന്ന് പറയുന്നത് എല്ലാ ജീവൻ്റെയും അടിസ്ഥാനമാണ്. ആനിമൽ ലൈഫ്, പ്ലാന്റ് ലൈഫ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. അതായത് മൃഗങ്ങൾ, ചെടികൾ, മനുഷ്യർ, ഇവരുടെ എല്ലാം ജീവൻ്റെ അടിസ്ഥാനം ജലമാണ്. Every animal and plant contains a substantial proportion of water in its body. അപ്പോൾ എല്ലാ ജീവികളും ചെടികളും എല്ലാത്തിൻ്റെയും ബോഡിയിൽ സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ജലം തന്നെയാണ്. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് വാട്ടർ. അതായത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ജലത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നടക്കുകയില്ല. Moisture in the soil is a prerequisite for the life and growth of plants and trees. അതായത് മണ്ണിലുള്ള ജലാംശം, മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ജലാംശം, ചെടികളുടെയും മരങ്ങളുടെയും വളർച്ചയ്ക്കുള്ള അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണ് മണ്ണിലെ ജലാംശം. അടുത്ത പാരഗ്രാഫ്, ദ കൺസർവേഷൻ ഓഫ് വാട്ടർ ഫോർ ലേറ്റർ യൂട്ടിലൈസേഷൻ ഈസ് ഫണ്ടമെൻ്റൽ ഫോർ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വെള്ളത്തിനെ കൺസർവ് ചെയ്യുക, അതായത് സൂക്ഷിച്ചു വയ്ക്കുക, സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർട്ടീസിയൻ വാട്ടർ ഈസ് ദർ ഫോർ അവർ റെസ്ക്യൂ. അപ്പോൾ ഈ ആർട്ടീസിയൻ വാട്ടർ ഈ ഒരു കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടീസിയൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഭൂഗർഭ ജലമാണ്. അതായത് മനുഷ്യൻ്റെ തന്നെ ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന വെള്ളം അരിച്ചിറങ്ങി ഭൂമിയുടെ അടിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനെയാണ് ആർട്ടീസിയൻ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ വളരെയധികം മിനറൽ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള മിനറൽ കണ്ടൻറ്റ് അടങ്ങിയതാണ് ഈ ഒരു ആർട്ടീസിയൻ വാട്ടർ എന്ന് പറയുന്നത്. കാരണം ഇത് പാറക്കൂട്ടങ്ങളുടെയൊക്കെ അടിയിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ സംരക്ഷിക്കപ്പെട്ട വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്? അത് ആരും കുഴിച്ചെടുക്കുന്നതല്ല, അത് സ്വന്തമായിട്ട് ഭൂമിയുടെ അടിയിലെ പ്രഷർ കൊണ്ട് പുറത്തേക്ക് ചാടി വരും. അതാണ് ആർട്ടീസിയൻ വാട്ടർ. അപ്പോൾ ആർട്ടീസിയൻ വെല്ലുകളുണ്ട്, ആർട്ടീഷ്യൻ കിണറുകളുണ്ട്. അതായത്
കിണറുകൾ കുഴിക്കുമ്പോൾ ഈ ഒരു ആർട്ടീഷ്യൻ പ്രദേശത്താണ് കിണറുകൾ കുഴിക്കുന്നതെങ്കിൽ ആ വെള്ളം നാച്ചുറലായിട്ട് സ്പ്രിങ്സ് പോലെ, വാട്ടർ സ്പ്രിങ്സ് പോലെ അത് പുറത്തേക്ക് ചാടും. അതിനെയാണ് ആർട്ടീഷ്യൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ധാരാളം രസകരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആർട്ടീഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അത് നമ്മുടെ, അതായത് ഇത് പ്രകൃതി തന്നെ സംരക്ഷിച്ച് വെച്ചിരുന്ന വെള്ളമായതുകൊണ്ട് ഇത് നമ്മുടെ റെസ്ക്യൂവിനായിട്ട് ഉണ്ട് എന്നാണ് CV രാമൻ പറയുന്നത്. അടുത്ത പോയിന്റ്, എനിഹൗ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് റെയിൻ ഓർ ultimate source is rain or snowfall എന്നൊക്കെയാണെങ്കിലും വെള്ളത്തിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ്, അതായത് പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് മഴയും മഞ്ഞുമാണ്. സിൻസ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഡിപ്പെൻഡ്സ് ഓൺ സീസണൽ റെയിൻഫോൾ, അതായത് ഇന്ത്യൻ കൃഷി എന്ന് പറഞ്ഞാൽ ചില സീസണിൽ മാത്രം പെയ്യുന്ന മഴയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. എനി ഫെയിലിയർ ഓർ ഇറഗുലർ വിൽ മാർ ദ അഗ്രികൾച്ചർ ഇക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ഈ സീസണിലുള്ള മഴ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൃഷിയെ ബാധിക്കുന്നതാണ്. In a country of seasonal rainfall, saving the rain water is essential. അതായത് സീസണൽ റെയിൻഫോളിനെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ മഴവെള്ളം സംഭരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. We find much of the rainwater flowing into the stream and river and ultimately run waste into the seawater. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഭൂരിഭാഗം മഴവെള്ളവും ഒലിച്ച് നദികളായിട്ടും സ്ട്രീമുകളായിട്ടും കടലിലേക്ക് പോയി നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. The harnessing of our rivers is a national problem. അതായത് നദികളെ ഹാർനസ് ചെയ്യുക അല്ലെങ്കിൽ നദികളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രശ്നം തന്നെയാണ്. ബൈ കറേജിയസ് ആൻഡ് വെൽ പ്ലാൻഡ് ആക്ഷൻ, അതായത് ധൈര്യപൂർവവും വെൽ പ്ലാൻഡുമായിട്ടുള്ള പദ്ധതികൾ വഴി ഡെസേർട്സ് ആൻഡ് ജംഗിൾസ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു ഫെർട്ടൈൽ ആൻഡ് പ്രോസ്പെറസ് ലാൻഡ്സ്. കാടുകളും മരുഭൂമികളും വളരെ ഫെർട്ടൈലായിട്ടുള്ള, ഫലഭൂയിഷ്ഠമായിട്ടുള്ളതും പ്രോസ്പെറസ്, പുരോഗമിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളായി മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്ത പാരഗ്രാഫ്, The problem of afforestation should also be tackled wisely. Afforestation എന്ന് പറഞ്ഞാൽ വനവൽക്കരണം എന്നാണ് അർത്ഥം. അപ്പോൾ അഫോറസ്റ്റേഷൻ, വനവൽക്കരണം വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. സിസ്റ്റമാറ്റിക് പ്ലാന്റിംഗ് ഓഫ് സ്യൂട്ടബിൾ ട്രീസ് ഈവൻ ഇൻ ദ ഇമ്പോസിബിൾ ഏരിയാസ്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വനവൽക്കരണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള മരങ്ങളുടെ, അതായത് വേണ്ടതായിട്ടുള്ള മരങ്ങൾ വച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്, അതും ഇമ്പോസിബിൾ ഏരിയാസിൽ, മരങ്ങൾ വളരില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലും നല്ല രീതിയിൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ ഡെവലപ്പിംഗ് സിവിലൈസ്ഡ് ഫോറസ്റ്റ് ആർ ദ ഏർജന്റ് നീഡ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ സിവിലൈസ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിഷ്കൃത വനങ്ങൾ. അപ്പോൾ ഇതൊക്കെ വച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഏർജൻ്റ് ആയിട്ടുള്ള ആവശ്യം. അടുത്ത പോയിന്റ്, സച്ച് പ്ലാന്റേഷൻ വുഡ് ചെക്ക് സോയിൽ ഇറോഷൻ. ഇത്തരത്തിലുള്ള വനവൽക്കരണം എന്ന് പറയുന്നത് മണ്ണൊലിപ്പ് തടയുന്നതാണ്. കൺസേർവ് ദ റെയിൻഫോൾ, മഴയെ അത് കൺസേർവ് ചെയ്യും അല്ലെങ്കിൽ സംരക്ഷിക്കും. ആൻഡ് പ്രൊവൈഡ് ചീപ്പ് ഫ്യൂവൽ, മാത്രമല്ല അത് വില കുറഞ്ഞ ഇന്ധനവും അത് പ്രൊവൈഡ് ചെയ്യും. അടുത്ത പാരഗ്രാഫ്, കൺട്രോളിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് കൺസേർവിംഗ് ഇറ്റ്സ് സപ്ലൈ എലോൺ വിൽ എൻഹാൻസ് ദ വാല്യൂ ഓഫ് ലൈഫ് ഓഫ് ദ കൺട്രി സൈഡ്. അതായത് വെള്ളത്തിൻ്റെ പോക്ക് നിയന്ത്രിക്കുക, കൺസേർവിംഗ് ഇറ്റ്സ് സപ്ലൈ, അതിൻ്റെ ഒരു സപ്ലൈ സംരക്ഷിക്കുക, ഈ രണ്ട് കാര്യങ്ങളും തന്നെ നാട്ടുപുറത്തുള്ള ജീവിതത്തെ പുരോഗമനത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. ദ ഹാർനസിംഗ് ഓഫ് വാട്ടർ സപ്ലൈസ് ഹെൽപ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അതായത് വെള്ളത്തിൻ്റെ ഈ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനത്തെയും സഹായിക്കുന്നതാണ്. The availability of electric power improves the rural economy. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത്
റൂറൽ ഇക്കണോമി, അതായത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ സമ്മറിയാണ് ഞാൻ വായിക്കുന്നത്. ലാസ്റ്റ് സി വി രാമൻ പറയുന്നത്, ടാപ്പിംഗ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് ഹാസ് ടു ബി അണ്ടർടേക്കൺ. അതായത് ഭൂഗർഭജലം ശരിയായ രീതിയിൽ നമ്മൾ പുറത്തെടുക്കേണ്ടതും ആവശ്യമാണ്. Thus, water is the commonest of all liquids. അങ്ങനെ വളരെ സാധാരണയായിട്ടുള്ള ഒരു ദ്രാവകമാണ് ജലം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺകോമൺ ഓഫ് ലിക്വിഡ്സ്. എന്നാൽ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ദ്രാവകം കൂടിയാണ് വെള്ളം. വിത്ത് അമേസിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മെയിൻറ്റെയിനിങ് ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ്. അത് ലൈഫിനെ നിലനിർത്തുന്നത് കൊണ്ടാണ് അത് വളരെ അസാധാരണമായിട്ടുള്ള ലിക്വിഡാണെന്ന് സി വി രാമൻ പറയുന്നത്. ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ സ്റ്റിൽ ഇൻസ്റ്റോൾസ് ഹയസ്റ്റ് സയൻറ്റിഫിക് ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ നേച്ചർ, അതിൻ്റെ ഒരു നേച്ചറും പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രത്യേകതകളെയും പറ്റിയിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഇന്നും ശാസ്ത്രത്തിന് കൗതുകമുള്ള കാര്യങ്ങളാണ്. still installs highest scientific interest and it is not an exhausted field of research. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും റിസർച്ച് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് വെള്ളം എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ഇനിയുള്ളത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചില അനോട്ടേഷൻസും ഉണ്ട്. അപ്പോൾ ഈ അനോട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു വരി കൊടുത്തിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറയുന്നതാണ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യോത്തരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.